കൊളംബിയയിലെ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 250 കടന്നു. 2600 പേർക്ക് പരിക്കേറ്റു. 4000-ഓളം പേരെ കാണാതായെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പ്രസിഡന്റ് അബിലാർഡോ ലാ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 10-ാം തീയതിയാണ് റിക്ടർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയ ഭൂകമ്പം കൊളംബിയയെ പിടിച്ചുലച്ചത്. തിങ്കളാഴ്ചയാണ് കൊളംബിയയിൽ ഭൂകമ്പം വൻ നാശം വിതച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് മരണസംഖ്യ വൻതോതിൽ ഉയരുകയാണ്. 250-ലേറെ പേർ മരിച്ചുവെന്നാണ് പ്രാഥമിക കണക്കുകൾ. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. 4000-ലേറെ പേരെ കാണാതായി എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. 2600-ലേറെ പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക അറിയിപ്പുകളും പുറത്തുവരുന്നു. പ്രസിഡന്റ് അബിലാർഡോ ഡേല എസ്പ്രിയേല രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അമേരിക്ക $15.5 മില്യൺ ധനസഹായം കൊളംബിയയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനും കൊളംബിയയ്ക്ക് ധനസഹായം ലഭ്യമാക്കി. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂകമ്പത്തിനാണ് കൊളംബിയ സാക്ഷിയായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.